തളറൊപ്പിലെ കൂട്ടപ്പിരിച്ചുവിടലിൽ സ്ഥാപനത്തിന്റെ ചെയർമാൻ സഹീറിന് അന്ത്യശാസ്ത്രം നൽകി ലേബർ കമ്മീഷണർ. ഈ മാസം 25-ന് മുൻപ് നേരിട്ട് ഹാജരാകാനാണ് നിർദ്ദേശം. കമ്പനി പ്രവർത്തിക്കുന്നത് നിയമവിരുദ്ധമായെന്നാണ് കണ്ടെത്തൽ. ജീവനക്കാരും കമ്പനി അധികൃതരും അഡീഷണൽ ലേബർ കമ്മീഷണറുമായി നടത്തിയ ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞു. ജീവനക്കാരുടെ പരാതിയെ തുടർന്ന് ലേബർ കമ്മീഷണർ ചർച്ചയ്ക്ക് വിളിച്ചെങ്കിലും കമ്പനിയുടെ ഭാഗത്തു നിന്നും സിഇഒ മാത്രമാണ് എത്തിയത്. ഇതോടെ ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞു. ഈ മാസം 25-ാം തീയതിക്കുള്ളിൽ ചെയർമാനോട് നേരിട്ട് ഹാജരാകാൻ അഡീഷണൽ കമ്മീഷണർ നിർദ്ദേശം നൽകി. ഹാജരാകാത്ത പക്ഷം റവന്യൂ റിക്കവറി അടക്കമുള്ള നടപടികളിലേക്ക് കമ്മീഷണർ കടക്കുമെന്നും അറിയിച്ചു. സിഇഒ ആണ് ഇന്നത്തെ ഈ മീറ്റിംഗിൽ പങ്കെടുത്തത്. അത് തൊഴിലാളികൾ ഉൾപ്പെടെ ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടെ വളരെ കർക്കശമായ രീതിയിൽ ചെയ്ത രീതി ഒട്ടും ശരിയായില്ലെന്നും ഈ സഫീർ എന്ന് പറഞ്ഞ ഈ കമ്പനി ഉടമ തന്നെ 25-ാം തീയതിക്കുള്ളിൽ നടക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതുകൂടാതെ ഒരു ഡേറ്റ് ഏകപക്ഷീയമായി ഡിപ്പാർട്ട്മെന്റ് തീരുമാനിക്കുന്നതിന് പകരം, അതായത് ഇദ്ദേഹത്തിന് എന്നാണോ ഈ 25-ാം തീയതിക്കുള്ളിൽ പങ്കെടുക്കാൻ പറ്റുന്ന ഒരു തീയതി അത് അറിയിച്ചു കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് ആ രീതിയിൽ തന്നെ മീറ്റിംഗ് നടത്താം. ചർച്ച തൃപ്തികരമല്ലെന്ന് ജീവനക്കാർ പ്രതികരിച്ചു. കിട്ടാനുള്ള കുടിശ്ശിക മുഴുവനായി കിട്ടണമെന്നുള്ളതാണ് ആവശ്യം. കുടിശ്ശികയിൽ നിന്ന് ചികിത്സയ്ക്കായി പണം ആവശ്യപ്പെട്ടിട്ട് പോലും നൽകിയില്ലെന്നും ജീവനക്കാർ ആരോപിക്കുന്നു. ഇവിടുന്ന് മുന്നോട്ട് വെച്ച ആശയം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇവിടെ തുടരണം എന്നുള്ളൊരു ആവശ്യം നമുക്ക് ഇവിടെ ആർക്കുമില്ല. നമ്മൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ, നമുക്ക് കിട്ടേണ്ട സാലറി, അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളെല്ലാവരും ലെവലിറ്റീസ് എല്ലാ കാര്യങ്ങളും നമുക്ക് കൃത്യമായ രീതിയിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടുക എന്നുള്ളതാണ് ഞങ്ങളുടെ കൺസേൺ എന്ന് പറഞ്ഞത്. ഏതൊരു സിറ്റുവേഷനിലും കമ്പനിയുടെ സ്ട്രഗിൾ ഓക്കെയാണ്, അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്താൽ. പക്ഷേ ഇങ്ങനൊരു ഇതിലോട്ട് ഇറങ്ങാൻ തന്നെ കാരണം ഹെൽത്ത് ഭയങ്കര മോശമായിട്ട് ട്രീറ്റ്മെൻറ്റ് ആണ്. കുറച്ച് പൈസ ഞാൻ ചോദിച്ചോളൂ, ഇത്രയും പെൻഡിങ് പോലും ഞാൻ ചോദിച്ചില്ല. തുച്ഛമായ ഒരു പൈസയാണ് ഞാൻ ചോദിച്ചത്. ഒരു മാസത്തെ സാലറിയാണ് ഞാൻ ചോദിച്ചത്. അതുപോലും തരാതെ അവസാനം കോൺടാക്ട് ചെയ്യുമ്പോൾ ഫോൺ എടുക്കുന്നില്ല. കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന IT സ്ഥാപനമാണ് ടാൾറോപ്പ്. കമ്പനിയിലെ 600-ലധികം വരുന്ന ജീവനക്കാർക്ക് 1 വർഷത്തിലധികമായി ശമ്പളമോ കുടിശ്ശികയോ നൽകിയിട്ടില്ല. യാതൊരുവിധ മുന്നറിയിപ്പും കൂടാതെ കമ്പനിയിൽ നിന്നും ജീവനക്കാരെ പിരിച്ചുവിടാൻ തുടങ്ങിയതോടെയാണ് പ്രതിഷേധവുമായി ജീവനക്കാരും രംഗത്തെത്തിയത്. തങ്ങൾക്ക് കമ്പനിയിൽ തുടരണമെന്ന് ആഗ്രഹമില്ലെന്നും ശമ്പളവും കുടിശ്ശികയും അടക്കമുള്ള ആനുകൂല്യങ്ങൾ കിട്ടിയാൽ മതിയെന്നും ജീവനക്കാർ പ്രതികരിച്ചു. ജനം, തിരുവനന്തപുരം.